ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 2025 ഏപ്രിൽ മുതൽ കേരളം കെ സ്മാർട്ടിലേക്ക് മാറുകയാണ്. നിലവിൽ ഈ സേവനം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ലഭ്യമാണ്. ഇപ്പോഴിതാ ത്രിതല പഞ്ചായത്തും കെ സ്മാർട്ട് ആവുന്നു. നമുക്ക് കെ സ്മാർട്ട് എന്താണെന്നൊന്ന് നോക്കാം. ത്രിതല പഞ്ചായത്തിൽ തന്നെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി തങ്ങളുടെ ജോലി പോലും ഉപേക്ഷിച്ചാണ് ഗ്രാമപഞ്ചായത്തുകളിൽ എത്തുന്നത്. എന്നാൽ ജനങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി സർക്കാർ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ സേവനം വിരൽത്തുമ്പിൽ ലഭ്യമാക്കി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് വരാം. 2025 ഏപ്രിൽ മാസം മുതൽ കേരളം കെ സ്മാർട്ടിലേക്ക് മാറുകയാണല്ലോ. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാല്, കെ സ്മാർട്ട് വരുന്നതിലൂടെ നമുക്ക് പഞ്ചായത്തിലെ സേവനങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് നമ്മൾ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ വേണം അപേക്ഷയൊക്കെ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെക്കുന്നത്. ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വൺ ടൈം പ്രോസസ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് ഫീച്ചേഴ്സ് കെ സ്മാർട്ടിലുണ്ട്. അപ്പൊ നമുക്കിനി വരും വീഡിയോയിലൂടെ ഓരോന്നൊക്കെ പരിചയപ്പെടാം. അതെങ്ങനെയാണ് നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻ അയക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ആദ്യമായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ കെ സ്മാർട്ടിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. കെ സ്മാർട്ട്. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് തന്നെ കെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ksmart.lsgkerala.gov.in എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കെ സ്മാർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ രജിസ്റ്റർ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് 3 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ, സിറ്റിസൺ രജിസ്റ്റർ, ലൈസൻസ് രജിസ്റ്റർ. ഇതിൽ ഒരു സിറ്റിസനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിറ്റിസൺ രജിസ്റ്റർ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സിറ്റിസൺ രജിസ്റ്റർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി 2 ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്കൊരു ഡിക്ലറേഷൻ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇത് ആധാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ ആണ്. അത് നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാൻ സാധിക്കുമേ. അപ്പൊ നമ്മളത് വായിച്ചു നോക്കിയിട്ട് ഇവിടെ ഇതാ ഒരു കണ്ടില്ലേ ടിക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. പ്രൊസീഡ് ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ മെത്തേഡ് തന്നെ ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കഴിവതും എല്ലാവരും ആധാർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ പല ആപ്ലിക്കേഷൻസ് അയക്കുന്ന സമയത്തും ആധാർ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ആധാർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാവും നല്ലത്. അപ്പൊ നമുക്ക് ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ദാ ഇവിടെ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആധാറിലെ പേരിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ മൊബൈൽ നമ്പർ ഫോർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഫോൺ നമ്പർ ആയിരിക്കും നമ്മുടെ ലോഗിൻ ID ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് സൈഡിലായിട്ട് ഗെറ്റ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. താഴെയായിട്ട് നമ്മളോട് വാട്സപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി ഒന്നും അല്ല. എന്നാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. അതിനുശേഷം താഴെയായിട്ട് നമ്മുടെ മെയിൽ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സേവ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വിൻഡോയിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും ആപ്ലിക്കേഷൻസ് എങ്ങനെ അയക്കണം എന്നുള്ളതൊക്കെ ഇനി വരും വീഡിയോയിലൂടെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ആധാർ അല്ലാതെ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം.
അപ്പോൾ അതിനായി രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ താഴെയായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോക്യുമെന്റ് ടൈപ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നിലവിൽ ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ ഐ ഡി എന്നീ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ സെലക്ട് ചെയ്യുന്നത് ആ ഡോക്യുമെന്റ് നമ്പർ ഇവിടെ നമ്മൾ എൻറോൾ ചെയ്ത് കൊടുക്കുക. ശേഷം അതേ ഡോക്യുമെന്റിന്റെ ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പേര് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണേ. അതിൻ്റെ താഴെയായിട്ട് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ ഇവിടെ ഗെറ്റ് OTP എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗെറ്റ് OTP കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സർക്കാരിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ദീർഘവീക്ഷണത്തിന്റെ ഫലമായ ഒരു മാറ്റമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. തുടർന്ന് വരുന്ന വീഡിയോയിലൂടെ നമുക്ക് കേസ്മാർട്ടിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.